തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വളരെ കുറച്ച് മാസത്തിന് ശേഷം കേരളം പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നിലവിൽ കേരളം ഉള്ളത്. അതിൻ്റെ ഏറ്റവും പീക്ക് സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അഥവാ അതിൻ്റെ പ്രചാരണ ചൂടും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിലനിൽക്കുന്ന, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടം ഏറ്റവും കനക്കുന്ന, ഇലക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആര് ജയിക്കും, ആര് ജയിക്കണം, ആര് പരാജയപ്പെടും, ആര് പരാജയപ്പെടണം, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതിൽ ഐ തിങ്ക് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കുറച്ചും കൂടി ഈ സമയത്ത് ഇലക്ഷൻ്റെ പ്രചാരണമായിട്ട് ബന്ധപ്പെട്ടും അതിൽ സോഷ്യൽ മീഡിയ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു വിശ്വാസ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഗൗരവകരമായ പരിഗണനയിൽ ഉണ്ടാവേണ്ട, എന്നാൽ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ റമദാൻ മാസത്തിനെ പറ്റി പറയുന്ന സമയത്ത് നന്മകളുടെ ഒരു ധാരാളിത്തത്തെക്കുറിച്ച് പറയാറുണ്ട്. അതൊരു നന്മകളുടെ ഒരു സീസണായിട്ട് നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നതാണ്. അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഇതേപോലെ നന്മകളുടെ സീസൺ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ വരാൻ പോകുന്ന തിന്മകളുടെ സീസൺ കൂടി നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം കാര്യങ്ങൾക്കനുസരിച്ച് ഓരോന്നും അങ്ങനെ മാറി വരുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഈ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരു 5 വർഷം കൂടുമ്പോൾ 3 ഇതേപോലത്തെ സീസണുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ഒരു അടുത്ത 5 വർഷം നമ്മുടെ സംസ്ഥാനം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന, അതിൻ്റെ നയങ്ങളൊക്കെ രൂപീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പലപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പുകളിലൂടെ തന്നെയും നമ്മൾ പോകുമ്പോൾ ഒരു വിശ്വാസി പലപ്പോഴും പല വിഷയങ്ങളിലും ഇളവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അതായത് വേറെ വിഷയങ്ങൾ പല സമയങ്ങളിലൊക്കെ പരലോകത്തെ പരിഗണിക്കുന്ന, ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾ ഈ സമയത്ത് പരലോകമല്ല, ഇതെന്തോ ഒരു ഫ്രീ ടൈം, കൂൾ ഓഫ് ടൈം തന്ന പോലെയാണ് വിചാരം. ഈ സമയത്ത് പരലോകം പരിഗണിക്കേണ്ട, ദീന് പരിഗണിക്കേണ്ട, പ്രവാചകൽപ്പന പരിഗണിക്കേണ്ട, ഖുർആൻ പറഞ്ഞ പരിഗണിക്കേണ്ട, നമ്മൾ ഈ സമയത്ത് വിചാരണ ചെയ്യപ്പെടില്ല. അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിൽ എന്ത് തിന്മയും ചെയ്യാൻ മടിക്കാത്ത സമയമായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളതാണ്. അവിടെ ദീനിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളുടെ രാഷ്ട്രീയ ബോധവും കക്ഷി രാഷ്ട്രീയ ആ ഒരു വിഭാഗീയതയും ഒക്കെ കൂടുതലായിട്ട് കയറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ ചിലപ്പോൾ നമ്മളുടെ ഒരു ദീനീ ബോധത്തെ അടിച്ചമർത്താൻ അത് കൂടുതലായിട്ടും വരുന്നുണ്ട് എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഓരോന്നും നമുക്ക് ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപരവിദ്വേഷം എന്നുള്ളത്. മറ്റൊരാളെ കുറിച്ച് ഉണ്ടാക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകും, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും, പക്ഷെ നേരെ അപ്പുറത്തുള്ള ഒരാളെ കുറിച്ച് എനിക്ക് എന്തും പറയാം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മളതിനെ ഈ ഒരു സന്ദർഭത്തിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തിലെത്തുന്ന സമയത്ത് ഒരാൾ ആരാണ് പാപ്പരായി പോകുന്നതെന്ന് പറയുന്നത് മനിൽ മുഫ്ലിസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മുഫ്ലിസ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ മറ്റൊരാൾക്ക് ശാരീരികമായോ അയാളുടെ അഭിമാനത്തിനോ അയാളുടെ പണത്തിനോ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടോ ക്ഷതമേൽപ്പിച്ച മനുഷ്യനെ കുറിച്ചാണ് എന്ത് പറയുന്നത്, പ്രവാചകനെ വിശദീകരിക്കുന്നത്. നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇൻ എനി ടേംസ്. അപ്പൊ നമ്മൾ ആ ബുദ്ധിമുട്ടിക്കപ്പെട്ട ആളേതാണോ ആ മനുഷ്യന് പരലോകത്ത് നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ട് നമ്മൾ ശരിക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്യണം, ആലോചിക്കണം. നമ്മൾ ഒരുപാട് നന്മ ചെയ്ത് ഒരുപാട് നോമ്പെടുത്ത് നിസ്കരിച്ച് സക്കാത്തോട് സ്വതൊക്കെ കൊടുത്ത് പരലോകത്ത് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ സ്വീകാര്യമായ കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾക്കൊരു പ്രശ്നമല്ല, അപ്പുറത്ത് സ്വീകരിക്കുന്ന പ്രതിഫലം തരുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട് ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. ആ ആളുകളുടെ മുന്നിലേക്കാണ് നമ്മൾ ബുദ്ധിമുട്ടിച്ച ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നത്. ആ ബുദ്ധിമുട്ടിക്കപ്പെട്ട ആളുകൾക്ക് ആ ബുദ്ധിമുട്ടിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ നന്മ എടുത്ത് കൊടുക്കേണ്ടത് കോമ്പൻസേഷൻ ആയിട്ട്. അത് കൊടുത്ത് ചില ആളുകൾ നന്മ കൊടുത്ത് തീരുന്ന പറയുന്നത്. അഥവാ നമ്മൾ ബുദ്ധിമുട്ടിച്ച ആളുകളെ ബുദ്ധിമുട്ടിക്കലിന് പകരമായിട്ട് നന്മ കൊടുത്ത് നന്മ ഇനി കൊടുക്കണ്ടാവില്ല. ഇവിടെ അവസാനം എന്ത് ചോദിച്ചാൽ നമ്മൾ ആരെയാണോ ബുദ്ധിമുട്ടിച്ചത് ആ ബുദ്ധിമുട്ടിച്ച മനുഷ്യന്റെ തിന്മകൾ എടുത്തിട്ട് ബുദ്ധിമുട്ടിച്ചയാൾ ആ ആളുടെ അക്കൗണ്ടിലേക്ക് ഇടും. അഥവാ ഒരുപാട് നന്മ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ വന്നൊരു മനുഷ്യൻ പരലോകത്തെത്തിയിട്ട് നന്മകൾ മൊത്തം നഷ്ടപ്പെട്ട് ഒരുപാട് തിന്മകൾ പേറി പരലോകത്തേക്ക് പോകേണ്ടി വരുന്ന, നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന അതിഭയാനകരമായിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥയാണ് പ്രവാചകൻ അൽ മുഫ്ലിസ്, പാപ്പർ എന്ന് പറഞ്ഞത്. ആ ടേം ശരിക്കും അതിനേക്കാൾ മനോഹരമായിട്ട് വേറെ എവിടെയും ചെയ്യില്ല. കാരണം അത്രയും സാധനങ്ങൾ കൊണ്ടുപോകാണ്. ഇനിയൊരു റിട്ടേൺ പോക്കില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണെന്നറിയോ, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് ആരാണെന്നറിയോ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം കാര്യങ്ങൾ 3 എടുത്ത് പറയുന്നത്. ഈ ഇസ്ലാം കാര്യങ്ങൾ 3 എടുത്ത് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ് ഇതൊന്നും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഉപകാരപ്പെടുന്നില്ല. അതായത് ഇത്രയും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ കൊണ്ട് ഏറ്റവും കൃത്യമായി കൊണ്ടുപോയിട്ടുള്ളൊരു മനുഷ്യനെ പോലും വേറൊരാളെ കുറിച്ച് അപവാദ പ്രചാരം ഉണ്ടാക്കുന്ന സമയത്ത് ആ പഞ്ചസ്തംഭങ്ങൾ എന്ത് ചെയ്യാണ്, പരലോകത്തിൽ അയാൾക്ക് ഉപകാരപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പാപ്പരെന്നൊക്കെയുള്ള പ്രയോഗശാല് നമുക്ക് റിട്ടേൺ പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ ഹെലോജീവ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒന്നിനും ചെയ്യാൻ കഴിയില്ല. അവിടെ ചെയ്ത നന്മകൾ മൊത്തം നഷ്ടപ്പെടുകയാണ്.
അവിടെ ഒരുപാട് തിന്മകൾ ചെയ്തതുകൊണ്ട് ആ തിന്മകൾ ഇത്തരത്തിൽ നന്മകൾ കൊടുത്ത് തിന്മകൾ പകരം വാങ്ങി ആ തിന്മകൾ പരിഹരിക്കപ്പെടേണ്ട വിധത്തിലുള്ള ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുകയാണ്. അഥവാ ഒരു നഷ്ടത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോം, അത്തരം ഒരു നഷ്ടം ശരിക്കും വേറെ ആൾക്കും വേറെ എവിടെയും വരാല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നഷ്ടം നമുക്ക് സംഭവിക്കാൻ ഒരു ഇലക്ഷൻ കാലം കൊണ്ട് അത് നമ്മൾ നിന്നു കൊടുക്കരുത്. അതായത് ഒരുപാട് മുഫ്ലിസുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സന്ദർഭമാണ്. ആ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന മുഫ്ലിസുകളിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. പ്രവാചകൻ പറയുന്നല്ലോ, രാവിലെ മുസ്ലിമായ വൈകുന്നേരം കാഫറാവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇലക്ഷന് മുമ്പ് ഒരുപാട് നന്മകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ അർഹരായിട്ടുള്ള പല ആളുകളും ഇലക്ഷൻ കഴിയുമ്പോഴേക്കും മുഫ്ലിസായി പാപ്പരായി പോകുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അത് ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ്. മറ്റൊന്ന് പിന്നെ ഗീബത്തിന്റെ ഒരു വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും. സ്റ്റാറ്റസുകൾ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ, ഇങ്ങനെയുള്ള കുറെ രീതികൾ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. അതായത് ഈ ഗീബത്ത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവനില്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണോ അത് പറയുന്നത്. തന്റെ സഹോദരന് അവനിലുള്ള കാര്യം, ആ സഹോദരന്റെ പ്രത്യേകത, ആ പ്രത്യേകത അവൻ ഇഷ്ടമില്ലാത്തതാണ്, അത് അവനെ പറ്റി പറയലാണ് ഗീബത്ത്. ദൈവത്തിന്റെ ശിക്ഷ പരലോകത്ത് പറഞ്ഞത് ഇതാ ഈർച്ചവാള് കൊണ്ട് ശരീരത്തിലെ മാംസം അറക്കപ്പെടുക എന്ന് പറഞ്ഞു. അതായത് അത്രയും വലിയ തെറ്റായിട്ടാണ് പ്രവാചകൻ നഖം കൊണ്ട് മാന്തി അത്രത്തോളം ഭീമമായിട്ടാണ് ഒരു ശിക്ഷ ദൈവത്തിന് കൊടുക്കുന്നത്. അഥവാ നമ്മൾ വേറൊരാളെ പറ്റി അവരിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ ഇസ്ലാം അത്രയും ഗൗരവമായിട്ട് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് ഒരു ദിവസം എത്രത്തോളം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നമ്മുടെ ഒരു ബോധം, സെലിബ്രിറ്റിയെ കുറിച്ച് പറയുന്ന പോലെ അവർ പൊതുയിടങ്ങളിലേക്ക് വന്നത് കൊണ്ട് തന്നെ അവർ ഇതൊക്കെ സഹിക്കാൻ ഇവര് അർഹരാണ്. ഈ ഗീബത്ത് പറയുന്നതിൽ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ കേരള സ്റ്റേപ്പ് പോകുന്ന അവിടെ. കാരണം നമുക്ക് ഞാൻ മിസ്ബാക്കിനെ പറ്റി ഗീബത്ത് പറയുന്നത് എനിക്കൊരു കുത്ത് വരും. മിസ്ബാക്കൊക്കെ അറിയാം, മനുഷ്യനൊക്കെ അറിയാം, മൂപ്പരെ പറ്റി അങ്ങനെ പറയണമെന്നുള്ള തോന്നലൊക്കെ വരും. എന്നാൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, ഇപ്പം ഈ ആക്ടേഴ്സ് ആണെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിൽ ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണെങ്കിലും ഇവിടെ രാഷ്ട്രീയക്കാരാണെങ്കിലും ഒക്കെ അവരിതിന് അർഹരാണെന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതെ, ഓരോ ഗെയിമിലൊക്കെ എന്തൊരു ക്യാരക്ടർ പോലെ മനസ്സിലേക്ക് കയറിയിട്ടില്ല, ഒരു മനുഷ്യരായിട്ട് മനസ്സിലേക്ക് കയറിയിട്ടില്ല. അവരെ പറ്റി ഇങ്ങനെ പറയാലോ, അത് നോർമൽ ആണല്ലോ. അത് കമന്റുകളിലൂടെ പറയുന്ന ആളുകൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണല്ലോ അവർ വന്നിട്ടുള്ളത് എന്നുള്ളൊരു സാഹചര്യം പോലും, എന്നുള്ള സംസാരം പോലും പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പിന്നെ എങ്ങനെ എതിർക്കാൻ പറ്റുകയെന്ന് ചോദിക്കാം. ഒരാളുടെ ആശയപരമായിട്ട് എതിർക്കുന്നതിന് യാതൊരു തരത്തിൽ ഇസ്ലാം എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം പറയുന്നില്ല. പക്ഷേ ഏതൊരു മനുഷ്യനെയും വ്യക്തിപരമായി എതിർക്കുന്ന സമയത്ത് അയാൾ ഏത് പാർട്ടിയിൽ പെട്ടതാണെങ്കിലും ഏത് മതത്തിൽ പെട്ടതാണെങ്കിലും, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭാഗം അങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ പോലും അയാൾക്കെതിരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിനെ വേറൊരു ഉദാഹരണം കൂടി പറയാൻ പറ്റും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇക്രിമ റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന സന്ദർഭമുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകനാണ്. അപ്പൊ അബൂജഹലിന്റെ മകൻ ഇങ്ങനെ വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വഹാബിമാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇക്രിമ മുസ്ലിം ആവാത്ത സമയത്ത്. അപ്പൊ ഇക്രിമ നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ട്, മുഅ്മിനായി മുഹാജിറായിട്ടാണ് വരുന്നത്. മുഅ്മിനായിട്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസിയായി, അതോടൊപ്പം തന്നെ അഭയാർത്ഥിയായിട്ടാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. റസൂലുള്ളാഹി പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ആരും ഇക്രിമനെ ചീത്ത പറയരുതെന്നല്ല, നിങ്ങൾ ആരും അബൂജഹലിനെ ചീത്ത പറയരുതെന്ന്. അത് വല്ലാത്തൊരു പാടാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, മരിച്ചവരെ പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. അത് ഇക്രിമ റളിയല്ലാഹുവിനെ പരിഗണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള അബൂജഹലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ മാനം കാക്കുക. അത് ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ പ്രവാചകനെ പോലെ ആകണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അധ്യാപനം മറന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലമോ ഏതെങ്കിലും ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ആശയപരമായിട്ട് എതിർക്കുക ഒരു പരിധി വരെ നമ്മുടെ ബാധ്യത കൂടിയാണ്, അല്ലെങ്കിൽ അമാനത്ത് കൂടിയാണ്. എതിർക്കപ്പെടേണ്ട ആളുകൾ ആശയപരമായിട്ട് എതിർക്കപ്പെട്ടുകൊള്ളണം. പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് ആലോചിക്കണം, ആശയപരമായി രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എതിർക്കേണ്ട വിധമുള്ള കാര്യം തന്നെയാണോ നമ്മൾ പറയുന്നത്, അതിന്റെ രീതി തന്നെയാണോ നമ്മൾ പറയുന്നത്, പറയുന്ന കാര്യങ്ങൾ ഉള്ളതാണോ, ഈ വിഷയമാണോ ഇവിടെ ഉന്നയിക്കേണ്ടത് എന്ന ചിന്ത നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവണം. കാരണം ഈ ഒരു ഇലക്ഷന് വേണ്ടി നമ്മൾ പരലോകം കളയരുത്. പരലോകം എന്ന അറ്റമില്ലാത്തൊരു ലോകം നഷ്ടപ്പെടാൻ വേണ്ടി ഒരു ചെറിയൊരു ഇലക്ഷൻ കാരണമാകരുത്. അത് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കണം. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, ഇവിടെയൊക്കെ പല പാർട്ടികളുടെ ആളുകൾ ഉണ്ടാവും. നമ്മുടെ ഏതെങ്കിലും പാർട്ടി ആയിരിക്കും, നമ്മളൊപ്പമുള്ള ആളുകൾ വേറെ ഏതെങ്കിലും പാർട്ടി ആയിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഡാഷ് പാർട്ടിയുടെ ആള്, ആ പാർട്ടിയുടെ ആളാണ് ഇയാൾക്ക് വോട്ട് കൂട്ടുന്നത്. അപ്പോൾ അത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വോട്ട് കൂട്ടുന്ന നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള ആ പ്രവർത്തനം പറ്റി കുറ്റം പറയാം, ക്രെഡിബിലിറ്റി തകർക്കുക. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ്. ഒപ്പം തന്നെ അങ്ങനെ കുടുംബബന്ധങ്ങൾ തകരുന്ന അസ്വരമുണ്ട്. അതിന്റെ കൂടെ തന്നെ വരുന്ന വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട സംഗതികളിലൊന്നാണ് ലൈംഗികാരോപണം എന്ന് പറയുന്നത്. വളരെ തറായിട്ടുള്ള ആരോപണമാണ്. കാരണം ഏകദേശം ഉയർന്നു വരുന്ന ഒരാളെ കുറിച്ച് അയാൾക്ക് നമ്മളുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നേരിടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്നാണ് ലൈംഗികാരോപണം എന്ന് പറയുന്നത്. ഈ ലൈംഗികാരോപണത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉയർന്നു വരാൻ സാധിക്കില്ല. അയാളുടെ ക്രെഡിബിലിറ്റി പാടെ
തകർത്ത് കളയുന്ന ഒരു അതായത് സാഹചര്യം അത്തരം കൂടിയാണത്. പ്രവർത്തികൾ ചെയ്ത ആളുകളാണെങ്കിൽ അവർ നിശ്ചയമായി എതിർക്കപ്പെടണം, അവർക്കെതിരെ നടപടികൾ ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. പക്ഷേ ഉറപ്പില്ലാത്ത വിഷയങ്ങൾ, അതും ഇപ്പം ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കും. നമുക്ക് തെളിവില്ലാത്ത, തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് ഫേക്കാന്ന് തന്നെ മനസ്സിലാക്കുക. നമ്മൾ നമ്മളെ പറ്റി ആലോചിച്ച് നോക്കിയേ. നമുക്ക് കുടുംബങ്ങളുള്ള ആളുകളാണ്, നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകളാണ്, ബന്ധങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കെതിരെ നമ്മൾ ചെയ്യാത്തൊരു ലൈംഗിക ആരോപണ പരാതി എന്ന് വെച്ചോ, നമ്മൾ എങ്ങനെ അത് ഇല്ലാന്ന് തെളിയിക്കുക? എത്ര ശക്തിയുള്ള മനുഷ്യനാണെങ്കിലും തകർന്നു പോകുന്ന ഒരു തകർന്നു സാഹചര്യം. പോകും. പക്ഷേ വേറൊരു വിഷയം കാരണം ഇതിപ്പോ കൂടി വേറെ ഇപ്പൊ മോശമാണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഒരു 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 സ്പേസ് ഉണ്ട് അവിടെ. സ്പേസ് ഉണ്ട് അവിടെ. സ്പേസ് ഇല്ല. ഇത്തരം വിഷയങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള സ്പേസ് ഇല്ല. നമ്മൾ ചെയ്യാത്ത കാര്യമാണ് കേട്ടോ, സ്പേസ് ഇല്ല. അത് നമ്മളെ തകർക്കുന്ന ഒരു ഡെപ്ത് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഒപ്പം ഒരു പ്രയാസം നിൽക്കേണ്ട കുടുംബം ആ സമയത്ത് നമ്മളൊപ്പം ഉണ്ടാവുമോ? ഇല്ല. ഒരാളുടെ ഭാര്യ പോലും അല്ലെങ്കിൽ മക്കൾ പോലും ആ മനുഷ്യനെ സഹായിക്കാനോ സഹകരിക്കാനോ സമാധാനിപ്പിക്കാനോ വരുന്നതിന് വരെ സംശയത്തിന്റെ കണ്ണോടുകൂടി നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിൽ മാറിയിട്ടുണ്ടാവും. വേറെ വിഷയം കൂടി ഉണ്ട്. നമ്മളത് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് കൂടിയാണ്. കാരണം ഖുർആൻ പോലും പറയുന്നത് ഭാര്യയ്ക്കെതിരെ ഭർത്താവ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും അവിടെ സാക്ഷികളെ ഹാജരാക്കേണ്ടി വരുന്നു. അത്രത്തോളം സൂക്ഷ്മതയോട് കൂടിയിട്ട് മാത്രം ഉന്നയിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഖദ്ഫ് എന്ന് പറയുന്നത്, ആരോപണം, ലൈംഗിക ആരോപണം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്തു നോക്ക്, ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പുകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടത് സ്ത്രീകളുടെ പേരിലാണ്. അതായത് പല ആരോപണങ്ങളും വന്നിട്ടുള്ള സ്ത്രീകളുടെ പേരിലാണ് ആ തെരഞ്ഞെടുപ്പുകളൊക്കെ. പിന്നീട് കുറെ കാലം കഴിയുന്ന സമയത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ പലപ്പോഴും ഈ അതും കടന്നു വരുന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രവർത്തകർ, അല്ലെങ്കിൽ അത്രയും കേരളത്തിന് സേവനം ചെയ്ത നേതാക്കളുടെ പേരിൽ പോലും അത് വന്ന് പിന്നീട് അതില്ല എന്നൊക്കെ തെളിയിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആരോപിക്കപ്പെട്ട ആരോപണം ഏൽക്കപ്പെട്ട എല്ലാവരും നിരപരാധികളാണ്. ഇത് ഫുൾ അല്ല. ഫേക്ക് ആണെന്നല്ല കേട്ടോ. അതിൽ നമുക്ക് ചെയ്തു എന്ന് തന്നെ തെളിവുകൾ പുറത്തു വന്ന് തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെടുന്ന ആളുകളുണ്ട്. അതും നമുക്ക് അങ്ങനെ ലൈസൻസോട് കൂടി ഒരാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളതങ്ങ് ആഘോഷിക്കണം എന്നല്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ അലവൻസ് ഉണ്ട്. അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും അത് വോട്ടിന്റെ വിഷയത്തിലും കാര്യങ്ങളിലൊക്കെ പ്രവർത്തനമായിട്ട് മാറേണ്ടതുണ്ട്. പക്ഷെ ചെയ്യാത്ത അവസ്ഥകളിലുള്ള, ചെയ്യാത്ത ഒരുപാട് ആളുകളുടെ മേലുള്ള ഈ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ജീവൻ തകർക്കുന്നതാണ്, വലിയ പ്രത്യാഘാതങ്ങൾ അത്തരത്തിൽ ഉണ്ടാക്കുന്നതാണെന്നുള്ളതാണ്. അത് ഗൗരവമായി ശ്രദ്ധ വേണ്ട ഒരു വിഷയമാണുള്ളതാണ്. അടുത്തൊരു വിഷയം ലന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഊഹങ്ങൾ പ്രചരിപ്പിക്കുക, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ലന്ന് എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ വാർത്തകളെ കൃത്യമായി വിശകലനം ചെയ്യാതെയുള്ള ഈ ഫത്തബയ്യനു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ പറയുന്ന ഭാഗങ്ങൾ. ഇപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ AI കാലഘട്ടത്തിലെ ഇലക്ഷൻ കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത ആളുകളുടെ വീഡിയോ ഇറങ്ങും, വോയിസ് ക്ലോണിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വോയിസുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പോസ്റ്ററുകൾ ആ രീതിയിൽ ഇറങ്ങും, ഇവരുടെ സ്ക്രീൻഷോട്ടുകൾ ആ രീതിയിൽ ഇറങ്ങും. ഇതൊന്നും പലപ്പോഴും ആളുകളിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ സോഴ്സ് ഏതാണ് എന്ന് പരിശോധിക്കപ്പെട്ടതിന് ശേഷമല്ല. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു UDF കാരനാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ്. കാരണം അവിടെ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടോ, അതിന് എന്നെ സംബന്ധിച്ച് ഒറ്റ പോയിന്റേ ഉള്ളൂ, ഞാൻ എതിർക്കുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ സഹായിക്കോ എങ്കിൽ ഞാനത് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഖുർആൻ പറഞ്ഞെന്താ, വൈൻ ജാക്കും ഫാസിക്കും, പിന്നെ ഫാസിക്കായിട്ടുള്ള ആൾ ഇങ്ങോട്ട് ഒരു വിഷയം കൊണ്ട് വന്നാൽ, ഫാസിക് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിച്ചു, അയാൾ പറഞ്ഞത് കൊണ്ട് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അല്ലാത്ത ആളുകളൊക്കെ നമുക്ക് ശരിക്കും ആ ഗണത്തിൽ, ആ ആയത്തിന്റെ ബലത്തിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ പ്രവാചകന്റെ വിഷയത്തിൽ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് ഒന്നുമില്ല, ഷുവറായിട്ട് സ്വീകരിക്കാം. ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലം നമ്മൾ നോക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞയച്ചിട്ടുള്ള ഒരു മനുഷ്യൻ നൽകിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് തെറ്റിപ്പോയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇത് പറയുന്നത്. അതായത് പ്രവാചകന് ഇഷ്ടമില്ലാത്തതോ അടുപ്പമില്ലാത്തതോ ആയിട്ടുള്ള ആളെ പറ്റി അല്ല പറയുന്നത്. അപ്പോ ഇപ്പോ പ്രവാചകനെ പോലെ അത്രയും വിശ്വാസമുള്ള ഒരാള്, ആ ആള് പറഞ്ഞാൽ തെറ്റില്ല ഉറപ്പുള്ള ഒരാള്, അങ്ങനെ അല്ലാത്ത ഏതാളാണെങ്കിലും നിങ്ങളുടെ അടുത്തൊരു വിഷയം കൊണ്ടുവന്നാൽ ഫത്തബയ്യനു, അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പ്, ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി അന്വേഷിച്ചറിഞ്ഞിരിക്കണം. ആ തബയ്യൻ എന്നുള്ള വാക്കിനെ വിശദീകരിക്കുന്നിടത്ത് 2-3 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് പല പണ്ഡിതന്മാരും. ഒന്ന്, പിന്നെ അത് സത്യമാണെന്ന് നോക്കണം. രണ്ടാമത്തത് അത് ഉറപ്പ് വരുത്തണം. തസ്ബീത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത് അതിൽ ക്ഷമിച്ചിക്കണം. ഈ ക്ഷമിച്ച് നിൽക്കൽ കഴിഞ്ഞിട്ട് പുറത്തുവിടാൻ പറ്റുള്ളൂ. പുറത്ത് വിടേണ്ടതാണെങ്കിലേ വിടേണ്ട ആവശ്യമുള്ളൂ. ക്ഷമിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അതിലൂടെ ആളുകൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമോ, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ വാർത്ത പുറത്തുവിടാൻ. പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇന്നത്തെ കാലം ശരിക്കും നമ്മളത് ഒരു നിലക്കും നമ്മളെ ശ്രദ്ധയിൽ അത് വരാത്തൊരു ഏരിയയാണ് വാർത്തകൾ. AI ഉണ്ടാക്കുന്ന പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഒന്നതാണ്. AI ഉണ്ടാക്കുന്ന പല വീഡിയോകളും അത് സത്യമാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ കുറിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ, ആ വീഡിയോ അയാളുടെ ഒരു മാനത്ത് എന്ത് ചെയ്യുന്നുണ്ട്,
തകർക്കുന്നുണ്ട്. നശിപ്പിക്കുന്ന നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഡെപ്തിലേക്ക് അത് അത് പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ എന്താ പറയാ, നിങ്ങൾ ലൊന്നിൽ ഫജ്തനിബു വജ്തനിബു കസീറ കസീറൻ മിനൽ മിനൽ ലന്നി ലന്നി ഇന്ന ബഅദ ബഅദൽ ലന്നി ലന്നി ഇസ്മൻ. ഇസ്മൻ. നിങ്ങൾ കൂടുതൽ ലന്ന് ഒഴിവാക്കിയേക്കുക. ഒഴിവാക്കുക. എന്നിട്ട് കാരണം ഇന്ന എന്താ? ബഅദൽ ലന്നി ഇസ്മൻ. കാരണം അതിൽ ചില ലന്ന് എന്താണ്? പാപാണ്. ഇസ്മാണ്, പാപാണ്. ചില ലൊന്ന് പാപാണ്. കുറച്ച് ഊഹങ്ങൾ തെറ്റാണ്. അതുകൊണ്ട് കുറച്ച് ഒഴിവാക്കാന്നല്ല, കുറെ ഒഴിവാക്കുക. കൂടുതൽ ഒഴിവാക്കാൻ. കാരണം അതിൽ ഏതാ തെറ്റ് നമുക്കറിയില്ല, ഏതാ പാപം നമുക്കറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക. ലൊന്ന് ഉപയോഗിക്കേണ്ട അനിവാര്യത വരുന്ന വേളകളിൽ മാത്രം അത് ഉപയോഗിക്കുക. അവിടെ തന്നെ ലന്നിനെ കുറിച്ച് ഊഹം. പറയുന്നിടത്ത് പിന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഹസ്നുൽ ലന്ന് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ഒരു ഭാഗത്ത് പുക ഇങ്ങനെ ഉയരുന്നുണ്ട് വിചാരിച്ചു. പുക ഇങ്ങനെ ഉയരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഊഹിക്കാം അത് തീയാണ് അവിടെ നമ്മൾ തീ ഉണ്ട്, ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇത് മാത്രം അനുവദിക്കപ്പെട്ട ലന്ന്. അതിനപ്പുറത്തേക്ക് 8ഓളം ലന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഈ ബാക്കി വരുന്ന എല്ലാ പക്ഷെ സംഗതികളും. മനുഷ്യരെ പറ്റി അത് ഇപ്പോൾ ഒരു യുദ്ധവേളയിൽ നമുക്ക് ശരിക്കും ഊഹം ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന സമയത്ത്, പോളിസി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മേ ബി അത് ആവശ്യം വരും. അതിനപ്പുറത്തേക്ക് മനുഷ്യരെ പറ്റിയോ സമൂഹത്തെ പറ്റിയോ സമൂഹങ്ങളെ പറ്റിയോ കൂട്ടങ്ങളെ പറ്റിയോ അത്തരം ഊഹങ്ങൾ ഉണ്ടാക്കാനും അത് വെച്ച് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും മുതിരാതിരിക്കാനുള്ളതാണ് ഒരു അതെ, വിശ്വാസം. ഒരാളുടെ ഒരു ഏതെങ്കിലും ഒരു സമയത്തെ ഒരു പെരുമാറ്റം കണ്ട് അയാൾ നല്ലതാണെന്ന് ചീത്തതാണെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഉമറുല്ലാനൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, 3 ക്രൈറ്റീരിയകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒന്ന്, അയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തുക. രാത്രിയിൽ താമസിക്കുക, അയാളപ്പോൾ കൂടെ താമസിക്കുക, യാത്ര ചെയ്യുക. ഈ 3 സന്ദർഭങ്ങളിൽ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിവുള്ള തിരിച്ചറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചീത്തയാണെന്ന് വിചാരിച്ച ആള് നല്ല നല്ല ആളായിരിക്കാം. മനുഷ്യനായിരിക്കാം, അതല്ലെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ച ആള് ചീത്ത മോശമായിരിക്കാം. മനുഷ്യനായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. സംഭവം. അപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളെപ്പോഴും വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുമ്പോൾ ഊഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ അതേപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. പഴയ പറഞ്ഞ ഈ യോയിബത്തിന്റെ കൂട്ടത്തിൽ വരുന്ന വേറൊരു കാര്യമാണ് ഈ കുത്തുവാക്ക് പറയുക അല്ലെങ്കിൽ ഏഷണി പറയുക എന്നുള്ള കാര്യം. ഏഷണിയുടെ ടൈമാണ് ഇപ്പോൾ ആക്ച്വലി. കുറെ പല വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്. ഹുമസ, ലുമസ എന്നൊക്കെയുള്ള പല ഹുമസയും വാക്കുകൾ. ലുമസനെയും കുറിച്ച് പറയുന്നിടത്ത് ഹുമസ എന്ന് പറയുന്നത് ലുമസ എന്നുള്ള വാക്കുകൾ കൊണ്ടുള്ളതാണ്. ഹുമസ എന്ന് പറയുന്നിടത്ത് ഗോഷ്ടി, ഗോഷ്ടി, ഈ വാക്കല്ലാത്ത വേറെ ഏത് സംഗതി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കളിയാക്കലും ഹുമസയിലാണ് അതായത് ഈ ഉൾപ്പെടുന്നത്. കമന്റ് വരും, ഷെയറിംഗ് വരും, സ്റ്റാറ്റസ് നല്ല വരും, സംഗതി. സ്റ്റോറി, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ കുത്തുവാക്ക് വൈൽ എന്ന് പറഞ്ഞത് അവർക്ക് നാശം. അങ്ങനെ കുത്തുവാക്ക് പറയുന്ന ആളുകൾ, അങ്ങനെ വാക്കുകാരുടെ പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് നാശം എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ പല രീതിയിലിന്റെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാനത് കുറേ തവണ കാണുകയാണെങ്കിൽ, ഞാൻ എൻ്റെ കമന്റ് കുറേ നേരം വായിക്കുകയാണെങ്കിൽ ഒക്കെ ഈ വീഡിയോ എന്നെ പോലത്തെ ആളുകളിലേക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കോ കൂടുതൽ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കുറേ കണ്ടതുകൊണ്ടോ ഷെയർ ചെയ്തുകൊണ്ടോ കമന്റ് ഇട്ടുകൊണ്ടോ കമന്റ് വായിച്ചുകൊണ്ടോ ലൈക്ക് ചെയ്തുകൊണ്ടോ ഇതെന്ത് ചെയ്യും, കുറേ ആളുകളിലേക്ക് എത്തും. അതായത് നമ്മൾ ത്രൂ ഒരു വിഷയം കുറേ ആളുകൾ കാണുക, കേൾക്കുക എന്ന് പറയുന്ന കാര്യം സംഭവിക്കാനുള്ള ചാൻസ് ഇന്നെന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ കാരണം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഡെയിലി ഒരു മണിക്കൂർ ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ 1 മണിക്കൂർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ത്രൂ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു 10,000 ആളുകളെങ്കിലും ഈ ഇലക്ഷൻ സമയത്ത് പല കണ്ടന്റുകളും കാണിച്ചിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മൾ ചെയ്യേണ്ട ഒരു സമീപനം ഇഗ്നോർ എന്നുള്ള സാധനം. പരമാവധി. കാരണം അതിന് എതിരെ പറഞ്ഞാലും, അതിപ്പോൾ ഒരു പോസ്റ്റ് വരികയാണ്, നമ്മൾ ഇതിനെതിരായിട്ടാണ് കമന്റ് ഇട്ടത് എങ്കിലും അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന സംഗതി അതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഒഴിവാക്കുക. ആ വാർത്തയെ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട, അതിനെ എതിർക്കാൻ വേണ്ട. എതിർക്കുക എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ എതിർക്കാതിരിക്കുക. കാരണം അത് കൂടുതൽ പ്രചാരണത്തിനാണ് കാരണമാകുന്നത് എന്നുള്ളൊരു ഇനി ബോധത്തിൽ കൂടി. യൂട്യൂബറും ചില സമയങ്ങളിലൊക്കെ എതിർക്കാൻ അനിവാര്യതയുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ താഴ്ച കമന്റ് കൂടി വായിച്ചിട്ടാണ് ആൾക്കാർ ഒപ്പീനിയൻ എടുക്കുക. അതെ. അപ്പോൾ കമന്റിൽ ആ വീഡിയോ ഇല്ലാത്തൊരു വിഷയം നിർബന്ധമാണ് പറഞ്ഞിരിക്കണം, കണ്ടിരിക്കണം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ യുക്തിപൂർവ്വ വിഷയങ്ങളിൽ വളരെ തീരുമാനിക്കണം. ശ്രദ്ധിച്ച് മാത്രം Yes. കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലകളിലൊന്നാണ്. നിർബന്ധമായിട്ടും ഇടപെടേണ്ട വിഷയങ്ങളല്ലാത്ത വിഷയങ്ങൾ നമ്മൾ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ലേബലൈസ് ചെയ്യുന്നത്. ലേബൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ UDF-കാരിൽ ചില ആൾക്കാർ എടുത്തിട്ട് പറയും അയാൾ RSS ആണ്, അല്ലെങ്കിൽ സംഘപരിവാർ ഇതാണ്. ഈ LDF-കാരിൽ ചില ആളുകൾ എടുത്തിട്ട് പറയും ഇയാൾ ഇത് കൂടുതലും വളം വെക്കുന്നതായിരിക്കാം. അത് ഈ ഒരു ചിന്ത പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആളുകൾ ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ്. ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിബിലിറ്റി തകർന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ഏതായാലും അങ്ങനെ മുദ്ര കുത്തപ്പെട്ടല്ലോ, എന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ ചെയ്തേക്കാം എന്നൊരാൾ വിചാരിച്ചാലും അതിൽ അപകട സാധ്യതകൾ കൂടുതലായിട്ട് വരുന്ന ഒരു സംഗതികൾ. കാരണം ഏതൊരു ഇലക്ഷൻ വരുന്ന സമയത്തും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ആരോപണത്തിൻ്റെ കേന്ദ്രബിന്ദുവായി വരുന്നത് ഇയാൾ ഫാഷിസ്റ്റാണ് എന്ന് പറയുന്നൊരു ഭാഗത്തിലാണ്. അപ്പോൾ അത് രണ്ടു കൂട്ടരും നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സിംപ്ലി നമ്മളുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പരലോകത്ത് ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പ് വരണം. അത് നമുക്കൊരാളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും, അത് ഞാൻ തോന്നിയ ചായത്ത് വലാക്കും ശനാനോ കോമിനാലാല താഴ്ത്തില്ല, നിങ്ങൾക്ക് ഒരു സമൂഹത്തിൽ ഒരു ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, ആ വെറുപ്പ് ജെന്യൂനാണ് എങ്കിൽ പോലും അവരുടെ അനീതി കാണിക്കാൻ നിങ്ങൾക്ക് അവകാശമല്ല, റൈറ്റ് ഇല്ല. നീതിയോടെ മാത്രമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒരു പ്രവർത്തനം പോലും അള്ളാഹുവിൻ്റെ അടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇതെൻ്റെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഞാൻ ചെയ്ത കാര്യമാണ്, നീതിക്ക് വേണ്ടി ചെയ്ത കാര്യമല്ല, ശരിയായതുകൊണ്ട് ചെയ്ത കാര്യമല്ല എന്ന് പറയുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട അവസ്ഥ ഉണ്ടാവരുന്നുള്ളതാണ്.
അതാണ് ജനറലി മൊത്തത്തിൽ ഇലക്ഷൻ സമയത്ത് പറയാനുള്ള വിഷയങ്ങൾ. സിംപ്ലി ഇത്രയേ ഉള്ളൂ. എലക്ഷൻ നമ്മൾ ഗൗരവമായിട്ട് ഇടപെടേണ്ട സാഹചര്യമാണ്. അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുണ്ട്. അമാനത്ത്, ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ നിറവേറ്റേണ്ട സമയമുണ്ട്. കൃത്യമായി വോട്ട് രേഖപ്പെടുത്തേണ്ടതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. മുസ്ലിമിൻ്റെ ബാധ്യതയാണത്. കാരണം ഭരണം ആരാണ് നിർവഹിക്കുന്നതെന്ന് തീരുമാനിക്കലും അല്ലെങ്കിൽ അത് കൃത്യമായി നീതി നിർവഹിക്കുന്ന ആളുകൾ വരലൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ള ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അതിൽ ഇടപെടേണ്ടത് പോലെ ഇടപെടുക വേണം. പക്ഷേ ആ ഇടപെടൽ ഒരിക്കലും നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നതോ നമ്മുടെ പരലോകത്തെ ഇല്ലാതാക്കുന്നതോ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ പോലും നഷ്ടപ്പെടുത്തി നരകത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നതോ ആവരുന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.